നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും അറബിക് ജ്യോതിഷത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ സാമ്പത്തിക അഭിവൃദ്ധി അല്ലെങ്കിൽ തൊഴിൽ തടസ്സമോ അതിനെക്കാട്ടി ഉപരി ഏറ്റവും കൂടുതൽ എല്ലാവരും ബന്ധപ്പെടുന്ന വിഷയം പ്രണയമായിട്ട് ബന്ധപ്പെട്ടാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ പ്രണയത്തിൽ ഭൂരിഭാഗം ആൾക്കാരും അതിൻ്റെ ചിലവ് കേൾക്കുന്നതോടുകൂടിയിട്ട് തന്നെ അവരെ വശീകരണം നടക്കലും കല്യാണം നടക്കലും കുട്ടികളുണ്ടാകലും ഒക്കെ അങ്ങ് കഴിഞ്ഞു പോകുന്നതെന്ന് തോന്നുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ ശരിയായ രൂപത്തിൽ ഈ വശീകരണം ഉദ്ദേശിക്കുന്ന ചില ആളുകളുണ്ട്, ഞങ്ങളെപ്പോലെയുള്ള. അവരെ കാര്യത്തിൽ ഉസ്താദ് എന്തെങ്കിലും പറയണമെന്നും പറഞ്ഞിട്ട് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടപ്പോൾ ചിലരൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചു. അപ്പോൾ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, ശരിയായ വശീകരണം നടത്താൻ ഉദ്ദേശിക്കുന്നവർ ആദ്യം ചെയ്യേണ്ട പണി എന്താണെന്ന് വെച്ചാൽ, ഉസ്താദേ എനിക്ക് എത്ര ദിവസം കൊണ്ട് വശീകരണം നടത്തി തരും എന്ന് ചോദിക്കുന്ന ആ കൊട്ടേഷൻ പരിപാടിയുള്ളവരോട് ഇന്നലെ എന്നെ ഒരാൾ വിളിച്ചപ്പം ചോദിച്ചാൽ, ഉസ്താദേ ഞാനൊരു കർമ്മം ചെയ്താൽ എത്ര ദിവസം കൊണ്ട് കാര്യം നടക്കും? എനിക്കതിന് ഒറ്റ മറുപടിയേ ഉള്ളൂ. അങ്ങനെ പെട്ടെന്ന് നടക്കേണ്ട പരിപാടി എന്താണെന്നറിയോ? നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആണായാലും പെണ്ണായാലും നേരെ ഓളെ വീട്ടിലേക്ക് പോവുക. എന്നിട്ട് ഓളോട് പറയുക, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അപ്പം എന്ത് ചെയ്യുമോ? ചിലപ്പോൾ ഓളെ ഉപ്പിയോ ഉമ്മയോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പെട്ടെന്ന് തീരുമാനമാക്കി തരും. പണ്ട് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, പണ്ട് യൂട്യൂബിലൊരു വീഡിയോ കണ്ടിരുന്നു. ഏതോ ഒരു സിനിമയിലത്തെ ഒരു കോമഡി. ഹരിശ്രീ അശോകൻ എന്ന് പറയുന്ന നടൻ പറയാമെന്ന് നമ്മളെ കൊച്ചിൻ അനീഫനോട്, മുതലാളി ബോട്ടിൻ്റെ കാര്യം തീരുമാനമാക്കാൻ ഞാനൊരു ഐഡിയ കണ്ടിട്ടുണ്ട്. ഇയാൾ വലിയ പ്രതീക്ഷയോട് ചോദിക്കാൻ എന്താ സംഭവം? നമുക്ക് നേരെ പഞ്ചാബിയുടെ അടുത്ത് പോയിട്ട് പറയാം നമ്മളെ ബോട്ട് വിട്ടു തരണോ. എന്നിട്ട് അപ്പോൾ ഓല് പറയുമോ ഇത് തരൂലെന്ന്. അപ്പോൾ തീരുമാനമായില്ലേ എന്ന് പറഞ്ഞ പോലെ ഈ ക്ഷിപ്ര വശീകരണം ഉദ്ദേശിക്കുന്നവർക്ക് ഏറ്റവും നല്ല പണിയെന്നാന്ന് വെച്ചാൽ, നിങ്ങൾ പൈസ മുടക്കിയിട്ട് കർമ്മങ്ങൾ ചെയ്തിട്ട് കാത്തു നിൽക്കൊന്നും വേണ്ട. നേരെ ഓളെ വീട്ടിലേക്ക് എന്നിട്ട് പറയാം, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്, നീ എൻ്റെ കൂടെ ഇങ്ങ് പോരേന്ന്. അത് കേൾക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യുമോ? ഓളെ ഉപ്പിയോ ആങ്ങളാരോ ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ അന്നേരം തന്നെ തീരുമാനമാക്കി തരും. പിന്നെ കൂടുതലൊന്നും ആലോചിക്കാൻ സമയം കളിയൊന്നും വേണ്ട. അത് മാത്രമേ അവരെ മുന്നിൽ വൈകിയുള്ളൂ. പിന്നെയുണ്ട്, ഞാൻ പറഞ്ഞല്ലോ, ഈ ചില ആളുകൾ ഒരാൾ പറയാം നീ 24 മണിക്കൂർ കൊണ്ട് അങ്ങ് വശീകരണം നടത്തി തരും, അങ്ങനെ മറിച്ച് തരും എന്നൊക്കെ പറഞ്ഞാൽ അതിൽ എത്രത്തോളം തല വെക്കണം എന്നുള്ളത് നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ ഞാനൊരു പുസ്തകത്തിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട്, അസ്റാറുൽ ഫലക്ക് എന്ന് പറയുന്നത്. ആ പുസ്തകം ഒന്ന് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വെറുതെ ആവശ്യമില്ലാതെ പൈസ കളയാമെന്ന് മാത്രമേ, ഇപ്പോൾ 5000 ആയിക്കോട്ടെ 2000 ആയിക്കോട്ടെ 12000 ആയിക്കോട്ടെ, അവർ വെറുതെ കൊടുത്തിട്ട് ഉസ്താദ് ഇങ്ങനെ പറഞ്ഞില്ലല്ലോ ഇത്ര ദിവസം കൊണ്ട് അത് നടത്തി തരുമല്ലോ എന്നും കാത്തു നിൽക്കുകയാണെങ്കിൽ ആ കാത്തു നിൽക്കലേ ഉണ്ടാവുള്ളൂ. പിന്നെ ഒരു സമാധാനമുണ്ട്. എന്ത് ഈ ചിലർ പറയും, പിന്നെ ഞാൻ ഒരു ചങ്ങാതിനോട് ഞാൻ ചോദിച്ചതിന് മുമ്പ് എനിക്കൊരു 100 റുപ്യ ഇട്ട് ഇഞ്ഞെന്താ ഇപ്പം ചെയ്യാൻ. ഓൻ പറഞ്ഞൊരു ലോട്ടറി എടുക്കും. അപ്പം ഞാൻ ചോദിച്ചു അതുകൊണ്ട് ഇഞ്ഞെന്താ ഉദ്ദേശിക്കുന്നത്? അപ്പം പറഞ്ഞ് ലോട്ടറി ഞാൻ എപ്പോൾ നാളത്തേക്ക് അടിക്കുന്ന ലോട്ടറി അല്ല, ഞാൻ അടുത്ത ആഴ്ച നറുക്കെടുക്കുന്ന ഒരു ലോട്ടറി എടുക്കുക. അപ്പോൾ എന്താ കൊണ്ട് കാര്യമോ? അങ്ങനെ എടുത്താൽ അടുത്ത ആഴ്ച വരെ എനിക്കൊരു സമാധാനമാണ്. 50 ലക്ഷം അടിക്കുമോ അഥവാ അടിച്ചാലോ എന്ന് വെച്ച് കാത്തു നിൽക്കാമല്ലോ. അതിനാകെ 100 റുപ്യല്ലേ ചിലവുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഈ പൈസയും കൊടുത്തിട്ട് കാത്തു നിൽക്കുക എന്ന് മാത്രമേ അതിൽ കഥയുള്ളൂ. അപ്പോൾ ഈ വശീകരണത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഈ അസ്ഥിക്ക് പിടിക്കുന്ന വശ്യം എന്നൊക്കെ പറയുന്ന വശ്യമാണ്. അതിന് ഈ അസ്ഥിക്ക് പിടിക്കുന്ന വശ്യം ചെയ്യണമെങ്കിൽ സാധാരണ ചിലർ പറയും അഞ്ഞൊരു 12000 റുപ്യ അയക്ക് എന്നിട്ട് അയച്ചു കൊടുക്കും തിരിച്ച്. എന്ത് 2 ചെറുനാരങ്ങയും ഒരു മുട്ട് സൂചിയും. ചെറുനാരങ്ങേൻ്റെ മുകളിൽ എന്തെങ്കിലും ലേശം ചുവന്ന മഷിയും പരട്ടിയിട്ട് അയക്കുക. എൻ്റെ ചെറുനാരങ്ങ എടുത്തിട്ട് ദിവസം അതിൻ്റെ മുകളിൽ ചെറുനാരങ്ങേൻ്റെ മുകളിൽ മുട്ട് സൂചി കൊണ്ട് കുത്തിക്കൊണ്ടിരുന്നോ എന്ന് പറയും. ഓനാ കുത്തിക്കൊണ്ട് നിൽക്കുക എന്നല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് അതുകൊണ്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ ഈ അസ്ഥിക്ക് പിടിക്കുന്ന വശ്യത്തിനെ പറ്റിയിട്ടാണ് ഈ വീഡിയോയിൽ ശരിക്കും എനിക്ക് പറയാനുള്ളത്. അതിലിപ്പോൾ ആകെ വേണ്ടതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരാളെ ഇഷ്ടപ്പെടുന്നുണ്ട്, അയാളെ ആദ്യം എന്ത് ചെയ്യണമെന്നറിയോ? ഈ വശ്യം ചെയ്താൽ നടക്കുകയോ ഇല്ല എന്നുള്ളത് ഈ സഫ്രോണോ പനിനീരോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടെല്ലാം പ്രശ്നം വെക്കുന്ന ആൾക്കാരുണ്ട്. അവരെ കൊണ്ട് പ്രശ്നം വെപ്പിച്ചിട്ട് കൺഫേമായിട്ട് കാര്യബോധം ഉണ്ടാക്കണം, ചെയ്താൽ നടക്കുമെങ്കിൽ മാത്രം അവർക്ക് എത്ര വയസ്സായിട്ടുണ്ടോ അതിൻ്റെ നേരെ ഇരട്ടി തൂക്കത്തിൽ അനുപാതത്തിൽ, അതാണ് അതിൻ്റെ അനുപാതം.
ഈ അനുപാതത്തിൽ ഈ സഫ്രോൺ വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ചാൽ സഫ്രോൺ എന്ന് പറഞ്ഞാൽ കുങ്കുമപ്പൂവാണല്ലോ. ഇത് പലതും ഡ്യൂപ്ലിക്കേറ്റും അല്ലാണ്ടുമായിട്ട് കാരണം വില കൂടിയ സാധനം, ഗ്രാമിന് 500 മുതൽ 700 റുപ്യ വരെയൊക്കെ വിലയുള്ള സാധനമാണ്. അപ്പോൾ എന്ത് ചെയ്യണോ, ഈ ഒറിജിനൽ സാധനം വെച്ചിട്ട് തന്നെ ചെയ്യാവുള്ളൂ, അതിന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യരുത് പ്ലീസ്. അപ്പോൾ എന്ത് ചെയ്യണോ, നമ്മൾ ഈ ഒറിജിനൽ സഫ്രോൺ അവരെത്രയാണോ വയസ്സുള്ളതെന്ന് വെച്ചാൽ ആ വയസ്സ്, അതായത് ഒരു 22 വയസ്സുള്ള ഒരു പെൺകുട്ടീനെ അല്ലെങ്കിൽ ഒരുത്തിനെ വശീകരിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ 44 ഗ്രാം പിന്നെ സഫ്രോണും അത്ര തന്നെ ഫൈറൂസാദ് ബൂനിയും അത്ര തന്നെ തിബുൽ കുലൂബും സംഘടിപ്പിക്കണം. എന്നിട്ട് ഈ ഫൈറൂസാദ് ബൂനിയും തിബുൽ കുലൂബും കൊണ്ട് ഇൽഫത്തിൻ്റെ തകിട് കാച്ചിയെടുക്കണം. അപ്പോൾ ചിലർ പറഞ്ഞ് പേടിപ്പിക്കും, ഫൈറൂസാദ് ബൂനിക്കെല്ലാം ഭയങ്കര വിലയഞ്ഞ് വിചാരിച്ച പോലെയൊന്നുമല്ല. ഫൈറൂസാദ് ബൂനി എന്ന് പറഞ്ഞിട്ടുണ്ടായ സാധനത്തിന് 100 ഗ്രാമിൻ്റെ ഒരു ബോക്സിന് ആകെ 255 റുപ്യ വിലയുള്ളൂ. അതുപോലെ തന്നെ തിബുൽ കുലൂബിന് എന്ന് പറഞ്ഞാൽ 100 ഗ്രാമിൻ്റെ ഒരു ബോക്സിന് 180 റുപ്യ വിലയുള്ളൂ. പക്ഷേ ഇതിൽ വില വരിക സഫ്രോണിനാണ്. അപ്പം ചിലർ പറയും ഇനി പിന്നെ ഈ കുങ്കുമപ്പൂവ് ഞാൻ മേടിച്ചിട്ട് ഇവിടെ ചെയ്തോളൂ. അതിന് സമ്മതിക്കാറുണ്ട്. കാരണം ഈ കുങ്കുമപ്പൂവിനാണെങ്കിൽ വില വരുന്നത്, കാശ്മീർ കുങ്കുമപ്പൂവാന്ന് ഒറിജിനൽ എന്ന് പറയുന്നത്. ചിലർ പറയും സ്പെയിൻ്റെ സാധനമുണ്ട്, ഇറാൻ്റെ സാധനമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതെല്ലാം പലതും നൂല് വെട്ടിയിട്ട് പെയിൻറ്റ് മുക്കിയിട്ട് വരുന്നതാണ് എന്നാണ് അനുഭവത്തിൽ നിന്ന് എനിക്ക് പറഞ്ഞു തരാനില്ല. അപ്പോൾ ഒറിജിനൽ കുങ്കുമപ്പൂ തന്നെ എടുക്കണം. എന്നിട്ട് ഈ തിബുൽ കുലൂബും ഫൈറൂസാദ് ബൂനിയും വെച്ചിട്ട് ഇൽഫത്തിൻ്റെ തകിട് കാച്ചിയെടുത്ത് അതറിയാവുന്നവരെ കൊണ്ടേ ചെയ്യിപ്പിക്കേണ്ടതാണ്. അത് കാച്ചിയെടുത്തിട്ട് ഏതെങ്കിലും നാട്ടിൽ ആരെങ്കിലും ഉസ്താദന്മാരുണ്ടെങ്കിൽ എന്ത് ചെയ്യണോ, ഈ പിന്നെ ഫൈറൂസാദ് ബൂനിയും തിബുൽ കുലൂബും നിങ്ങൾ മേടിച്ച് കൊണ്ടുകൊടുത്തിട്ട് നിങ്ങൾ തന്നെ കാച്ചിയെടുപ്പിച്ചിട്ട് അതിൻ്റെ അകത്ത് വേണം ഇവരെ പേരും ഉമ്മാൻ്റെ പേര് പോലത്തെ, അതുപോലെ തന്നെ ഖാത്തമു സുലൈമാനി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നക്ഷി ചെയ്യാൻ. അത് ചെയ്ത ശേഷം ആ തകിട് എന്ത് ചെയ്യണോ, നമ്മൾ ചട്ടിയിൽ അല്ലെ മണ്ണിൻ്റെ കലത്തിലോ ചട്ടിയിലോ മറ്റോ വെച്ചിട്ട് ഈ സഫ്രോൺ അതിൻ്റെ മുകളിലിട്ടിട്ട് എരിയിച്ച് അവരെ മുഖം മനസ്സിൽ ഓർമ്മിച്ചിട്ട് കത്തിച്ചെടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ രീതി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ 12,000 ഇങ്ങോട്ടേക്ക് അയച്ചു തന്നേക്ക് ഞാൻ ചെയ്യുക എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് തട്ടിപ്പാന്നതിൽ ചെയ്യരുത്. നിങ്ങൾക്കൊരാൾക്ക് വിശക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യം ഒരു 1000 ഉറുപ്പിക അയച്ചു തന്നേക്ക് ഞാൻ ബിരിയാണി മേടിച്ച് കഴിക്കുക നിങ്ങൾക്ക് വേണ്ടിയിട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശപ്പ് മാറൂല. അത് അതിൻ്റെ അടിസ്ഥാനപരമായിട്ട് അതെങ്കിലും മനസ്സിലാക്കുക. പിന്നെ ദോഷങ്ങൾ മാറ്റാനുള്ള കാര്യങ്ങൾ നമ്മളായിട്ട് ചെയ്യണം, അതാ വേണ്ടത്. അല്ലാതെ മറ്റുള്ളവർ എത്തിരി വിചാരിച്ചാൽ നമ്മളെ ദോഷം മാറ്റാൻ പടച്ചോനിക്കേ കഴിയുള്ളൂ. പടച്ചോൻ തന്നെ പറയുന്നതെന്നാ, നിങ്ങളുടെ ദോഷം ഞാനങ്ങ് മാറ്റിത്തരാമെന്നല്ല, നിങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോ, ഞാൻ നിങ്ങളെ പാപം പുറത്തു തരും. നിങ്ങൾ കൃത്യസമയത്ത് മാന്യമായിട്ട് ജീവിക്കുക, എന്നാൽ നിങ്ങളെ പാപം പുറത്തു തരും എന്നാ അതിനും ഉപാധി വെച്ചിട്ടുണ്ട്. അല്ലാണ്ട് വെറുതെ നിരുപാധികം ഞാനങ്ങ് നിങ്ങളെ ദോഷം മാറ്റി തരുമെന്ന് പടച്ചോൻ പറയുന്നില്ല. പിന്നെ ഞാൻ നിനക്ക് 12,000 ഉറുപ്പികയാണ് നിങ്ങളെ ദോഷം മാറ്റി തരുമെന്ന് പറയൽ അത് എന്നെ വിട്ടിട്ടാണ്. അങ്ങനത്തെ പൊട്ടത്തരത്തിലൊന്നും ചാടരുത്. അപ്പം ഞാൻ അസ്ഥിക്ക് പിടിക്കുന്ന വശീകരണത്തിൻ്റെ കാര്യമാണ് വിശദമായിട്ട് പറഞ്ഞത്. അത് എല്ലാവരും എന്ത് ചെയ്യുക, ചെയ്യേണ്ടവർ ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്, ഞാൻ അതിനെ നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. വശീകരണമൊന്നും ആരും ചെയ്യരുത്. കാരണം ചെയ്യുക എന്ന് വെച്ചാൽ, വശീകരണം ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെയ്യാൽ നടക്കൽ തന്നെ അപൂർവം. നടക്കുമെന്ന് നോക്കിയിട്ടേ ചെയ്യാവുള്ളൂ. ഇനി നടന്നു കിട്ടിയോ, പെണ്ണെന്നാ തീക്കൊള്ളി തൊട്ടവരാരും പൊള്ളാതെ മടങ്ങി പോയിട്ടില്ല എന്ന് പണ്ടൊരു പാട്ട് കേട്ടിട്ടുണ്ട്. ഇത് തലയിലാകല കുരിശാണ്. ആ ഒരു ബോധത്തോടു കൂടി മുന്നോട്ട് പോവുക, അതാണ് അതിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ടത്. പിന്നെ അതിലിടയിൽ വ്യാജന്മാരെ തലയെ കൊണ്ടുപോയിട്ട് തലവെക്കൽ, ഈ പെണ്ണിൻ്റെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നെട്ടോട്ടം, പിന്നെ ഓളെ പ്രസവം, കുട്ടികളെ പഠിത്തം, ചിലവ് ഞാൻ പറഞ്ഞിട്ടില്ലേ. അപ്പോൾ ഇത് മാത്രം മനസ്സിലാക്കി വെക്കുക. ഈ വശീകരണം എന്ന് പറയുന്നത് ഇറങ്ങുന്ന പോലെ ചെയ്യേണ്ടത് നിങ്ങൾക്ക് കണക്കാക്കിയ പെണ്ണാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് കണക്കാക്കിയ ആണാണെങ്കിൽ അത് നിങ്ങളുടെ അടുത്ത് തന്നെ വരുള്ളൂ, വേറെ എവിടെയും പോവില്ല. അതിനിപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നിർബന്ധമായിട്ട് ചെയ്തിട്ട് വരുത്തിക്കൽ എങ്ങനെയാണ്, നമ്മളായിട്ട് വശീകരണം ചെയ്താൽ നടക്കുന്നതാണെന്ന് ഉറപ്പ് വരുത്തുക. എന്നിട്ട് ഈ അസ്ഥിക്ക് പിടിക്കുന്ന വശം ചെയ്താൽ നടക്കുമെന്ന് ഉറപ്പ് വരുത്തുക. എന്നിട്ട് ചെയ്യുക. ചിലർ പറയും ഞാൻ അസ്ഥിക്ക് പിടിക്കുന്ന വശം ഞാൻ ചെയ്യും. എങ്ങനെ? നിങ്ങൾ 12,000 ഉറുപ്പിക അയച്ചു, നിങ്ങൾ വേറൊന്നും ചിന്തിക്കണ്ട, അവളെ ഫോട്ടോ കൂടി തന്നാൽ മതി, ഞാൻ ചെയ്യും. ഒരുത്തനും ചെയ്യില്ല, ശുദ്ധ തട്ടിപ്പാണ്. ആ പരിപാടിക്ക് നിൽക്കണ്ട. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ മുടക്കുന്ന പൈസക്കുള്ള സാധനമെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. എന്നാലേ നമുക്ക് ചെയ്തതെന്ന് പറയാൻ പറ്റുള്ളൂ. ഈ ആട് കിടന്നിട്ട് പൂടെങ്കിലും വേണ്ടേ? അല്ലാണ്ട് ഇവിടെ ആടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവിടെ രോമെങ്കിലും കാണിച്ചു തരണ്ടേ ആട്ടിൻ്റെ?
എന്ന് പറഞ്ഞ പോലെ പെടുമ്പോൾ ഇങ്ങനെ പൈസ കളഞ്ഞിട്ട് എന്നെ പലരും വിളിച്ചിട്ട് പറയാന്ന് ഉസ്താദേ ഈ ഒരു വശീകരണത്തിന് വേണ്ടി ഞാൻ എത്ര രൂപ ചിലവാക്കിയെന്നറിയോ, എത്രയാൾക്ക് കാശ് കൊടുത്തതെന്നറിയോ, ലാസ്റ്റാന്ന് അറിയുന്നവൻ മുസ്ലിം പോലും അല്ല പൈസ വാങ്ങിയ ആൾ. എന്താ ചെയ്യുക, ഞാൻ അതിന് ഉത്തരവാദി. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.